മൈ ചാനൽ. ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോയുടെ തൊലിയെല്ലാം ചെത്തി മാറ്റിയിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഇതിൻ്റെ കുറച്ച് വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ പാത്രത്തിലാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരല്പം ഉപ്പുപൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും. അതിനുശേഷം അതിനെ പൊടിച്ച് നമ്മളുടെ കട്ട്ലറ്റിൻ്റെ ബാക്കി ചേരുവകളെല്ലാം ചേർത്തിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മസാലയ്ക്കുള്ള ഒരു ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, ഒരല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതയ്ക്കണം. അപ്പോൾ ഇത് ചതച്ച് ഒക്കെ റെഡിയാക്കാം. അപ്പോഴേക്കും സ്വീറ്റ് പൊട്ടാറ്റോ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുപ്പത്തുണ്ട്. പനി ആയതുകൊണ്ട് ഇന്ന് കഞ്ഞിയാണ്, ചോറൊന്നുമില്ല. സ്വീറ്റ് പൊട്ടാറ്റോ വെന്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സ്വീറ്റ് പൊട്ടാറ്റോ വെന്ത് കഴിഞ്ഞു. നമുക്ക് ഒരല്പം വെള്ളമേ ഉള്ളൂ, അതിരുന്നോട്ടെ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമേ കാണുള്ളൂ. നമുക്ക് ഇതിനൊന്ന് പൊടിച്ചെടുക്കാം. അതോടൊപ്പം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കിയതിനെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറച്ച എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഈ സ്വീറ്റ് പൊട്ടാറ്റോയിലേക്ക് മാറ്റാം. കുറച്ച് ഗരം മസാല പൊടിയുടെ ചേർക്കും, രുചിക്ക് വേണ്ടിയിട്ട് മാത്രം. വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. സ്വീറ്റ് പൊട്ടാറ്റോ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് വഴറ്റിയതിട്ടിട്ട് അതിൽ മിക്സ് ചെയ്തു. ഒരു പിഞ്ച് ഗരം മസാല കൂടെ ചേർത്തു. അതാണ് ഈ കളർ ചേഞ്ച് ആയത്. അപ്പോൾ ഇതിനെ നമുക്ക് കട്ട്ലറ്റിൻ്റെ പരുവത്തിൽ ഉരുട്ടി പരത്തി വയ്ക്കാം. എന്നിട്ട് ബ്രെഡ് പൊടിച്ചിട്ട് അതിലിട്ടിട്ട്, ഞാൻ എണ്ണയിലിടാതെയും എണ്ണയിലിട്ടും 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എങ്ങനെ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചുള്ള കട്ട്ലറ്റിനുള്ള എല്ലാം റെഡിയായി. ഇത് ബ്രെഡ് ക്രംസാണ്. ഞാനിത് മിക്സിയിലൊന്നും പൊടിച്ചില്ല, ബ്രെഡിനെ ഒന്ന് ചൂടാക്കിയിട്ട് കൈ കൊണ്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത്ര പൊടിഞ്ഞു. ചെറുതൊക്കെ പൊടിയാനുണ്ട്. പിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്വീറ്റ് പൊട്ടാറ്റോനെ വേവിച്ച് വഴറ്റിയെടുത്തിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള. അത് നല്ലോണം വഴറ്റിയെടുത്തത് ഇതിലിട്ടിട്ട് ഇനി ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് വരാം. റൊട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഈ പാത്രത്തിനകത്തുണ്ട്. ഇപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ മുക്കിയല്ലാതെ കല്ലിലുള്ള ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കാം. സിമ്മിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കല്ല് ചൂടായ ശേഷം ഒരു അല്പം വെളിച്ചെണ്ണ ഒന്ന് തടവിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടുതൽ ഒഴിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഇരിക്കും. അധികം എണ്ണയിലിട്ട് എണ്ണ കുടിക്കാൻ എണ്ണ നല്ലപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണല്ലോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു മറിച്ചിട്ടാൽ മതി. പൊട്ടറ്റോ നമ്മൾ നല്ല പോലെ പുഴുങ്ങിയിട്ട് പൊടിച്ചെടുത്തതാണ്. സവാള വഴറ്റിയതാണ്. മസാലപ്പൊടിയാണ്, ഉപ്പുമാണ് ഇട്ടത്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ബ്രെഡ് പൊടിച്ച് അതിൽ ചെയ്തതാണ്. നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി കഴിഞ്ഞു. കല്ലിലധികം ചൂടില്ലാത്തത് കൊണ്ട് ഞാനൊന്ന് തൊട്ട് നോക്കിയെന്നേ ഉള്ളൂ കൈ കൊണ്ട്. എടുക്കാൻ പറ്റുമെന്ന്. തിരിച്ചു മറിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. നല്ല മുരിഞ്ഞ കട്ട്ലറ്റ് റെഡിയായല്ലോ. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള കട്ട്ലറ്റാണ്. സ്വീറ്റ് പൊട്ടറ്റോ വെച്ച് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോ കണ്ടവരെല്ലാവരും എൻ്റെ മെയിൻ ചാനലിൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വെളിച്ചെണ്ണയിലിട്ടിട്ടൂടെ ഉണ്ടാക്കണം. വെളിച്ചെണ്ണയിൽ രണ്ടും കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് വെളിച്ചെണ്ണയില്ലാതെ ഓയിലി കൂടുതൽ പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അടുത്തത് എണ്ണയിൽ മുക്കി പൊരിക്കാതെ
എണ്ണ കുറച്ച് സൈഡിലൂടെ മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മുരിയിച്ചെടുക്കാമെന്ന്. എണ്ണ കൂടുതൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് അങ്ങ് ഡീപ് ഫ്രൈ ആയിട്ട് ചെയ്യില്ല, ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇതും നല്ല ടേസ്റ്റിയാണ്, ഇപ്പുറത്തുള്ളതും നല്ല ടേസ്റ്റിയാണ്. ഇതിലൊട്ടും എണ്ണയില്ല. ആ കല്ലിൽ ആദ്യം തടവിയ ഒരല്പം എണ്ണ മാത്രം. ഇപ്പോൾ ഇത് ഒരു 2 സ്പൂൺ എണ്ണ മാത്രം സൈഡിലൂടെ ഒഴിച്ചതാണ്. ഒന്നുകൂടെ തിരിച്ചിട്ട് കഴിയുമ്പം ഇത് പാകമായി കഴിയും. അപ്പം നല്ല ടേസ്റ്റിയാണ്. 2 രീതിയിലും ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. സ്വീറ്റ് പൊട്ടറ്റോ ആണ്. അപ്പോൾ പുതിയ വിഭവങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്. ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊന്നും ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പനി ആയതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കഞ്ഞിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ലേറ്റായിട്ട് എണീറ്റ് വന്നാണ് ഒരു വീഡിയോ ചെയ്യാൻ ഒരു കണ്ടൻറ്റ്. അതാണ് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചുള്ള ഇതെൻ്റെ മാത്രം ക്രിയേഷനാണ്.